ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് സ്തുതി. മനുഷ്യന്റെ സഹജവാസനകളിൽ നിന്നും രൂപം കൊണ്ട അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കടന്നുകയറ്റം മനുഷ്യനിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത ഒരു 19-ാം നൂറ്റാണ്ട്. ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും ചൈതന്യം പകർന്നു നൽകി കടന്നുപോയ പുണ്യപുരുഷനാണ് ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി. 1873 ചമ്പക്കുളത്ത് കുരിയാളശ്ശേരി തറവാട്ടിൽ ജനിച്ച അദ്ദേഹം 1899 വൈദികനായും പിന്നീട് ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായും അഭിഷിക്തനായപ്പോൾ കാലം ഒരു ദൈവപുരുഷനെ വാർത്തെടുക്കുകയായിരുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. അതെ, ദൈവഹിതത്തെ മനസ്സിലാക്കുകയും അറിയുകയും നേടിയെടുക്കുകയും ചെയ്ത ധന്യ വ്യക്തിത്വമാണ് കുരിയാളശ്ശേരി പിതാവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ കാണിച്ചു തരുന്നു. ആ പുണ്യപിതാവ് നമ്മിൽ നിന്നും വിട പറഞ്ഞിട്ട് 100 വർഷം പൂർത്തിയാകുമ്പോൾ ആ ജീവിതത്തെക്കുറിച്ച്, ജീവിത ദർശനങ്ങളെക്കുറിച്ച്, സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഉചിതമാണ്. മനുഷ്യന്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായും വികസിപ്പിച്ച് എല്ലാം ക്രിസ്തുവിൽ നവീകരിച്ച് മുൻപോട്ട് പോകുന്ന ക്രൈസ്തവ സഭ മാനവ പുരോഗതിക്കുള്ള ഏറ്റവും നല്ല മാർഗമായി കണ്ടുപിടിച്ചത് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളുടെ അടിത്തറ 1918 കേരള കത്തോലിക്ക സുറിയാനി മഹാജന യോഗത്തിൽ വെച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. മനസ്സംസ്കരണമാണ് വിദ്യാഭ്യാസത്തിന്റെ മുഖ്യ ഉദ്ദേശം. ഈ സംസ്കരണം ദൈവത്തെക്കുറിച്ചും ദൈവകൽപ്പനകളെക്കുറിച്ചുമുള്ള ശരിയായ ബോധ്യത്തിൽ നിന്ന് ലഭിക്കുന്നു. വിജ്ഞാനമെന്നാൽ, വിദ്യാഭ്യാസമെന്നാൽ വിജ്ഞാനവർദ്ധനവ് എന്നതായിരുന്നില്ല പിതാവിന്റെ വീക്ഷണം. പിന്നെയോ വിജ്ഞാനത്തോടൊപ്പം ദൈവവിശ്വാസവും സന്മാർഗനിഷ്ഠയും ഒരുവനിൽ ലഭ്യമായിരിക്കണം എന്ന് പിതാവിന് നിഷ്കർഷയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാവി ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ടവരായ കുട്ടികളിൽ തന്നെ രാജനീതി, പരസ്പര സ്നേഹം, ദൈവവിശ്വാസം എന്നീ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിച്ചിരിക്കണം എന്ന് പിതാവ് നിർബന്ധമായും ആഗ്രഹിച്ചിരുന്നത്. അതോടൊപ്പം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്നത് പിതാവിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യം നൽകിയ ഒന്നായിരുന്നു. പിതാവിന്റെ ഈ ചിന്ത ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ദർശനങ്ങളോട് യോജിച്ചു പോകുന്നതുമായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഒരു പുരുഷനാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നതെങ്കിൽ അത് അവന് മാത്രം പ്രയോജനപ്രദമാകുന്നു. എന്നാൽ അതൊരു സ്ത്രീക്കാണെങ്കിൽ അവളായിരിക്കുന്ന സമൂഹത്തിൽ, ആ കരയിൽ, എന്തിനേറെ ആ ദേശത്തിന് തന്നെ പുരോഗമനകരമായ ചിന്തകൾക്ക് അടിത്തറയിടുന്നതായിരിക്കും വിദ്യാഭ്യാസമെന്ന് പിതാവ് കണ്ടെത്തി. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുവാൻ വേണ്ടി താൻ സ്ഥാപിച്ച ആരാധന സന്യാസിനി സമൂഹത്തിന്റെ നിയമാവലിയിൽ പോലും പിതാവ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പെൺ പള്ളിക്കൂടങ്ങളെക്കുറിച്ചും പറഞ്ഞു വെച്ചത്. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം, പുസ്തകങ്ങളുടെ ഉള്ളടക്കം എന്തായിരിക്കണമെന്ന് പിതാവിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഭാരതം ഒരു കാർഷിക രാജ്യമായതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള കൃഷി രീതികളെ കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനെന്നും പിതാവ് ആഗ്രഹിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം എന്ന് പറയുന്നത് പിതാവിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളുടെ ആകെത്തുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമായി നമുക്ക് കാണുവാൻ സാധിക്കും ചങ്ങനാശ്ശേരിയിൽ പ്രൗഢ ഗംഭീര്യത്തോടെ തന്നെ തല ഉയർത്തി നിൽക്കുന്ന സെന്റ് ബർക്കുമാൻസ് കോളേജ്. അതെ,
പിതാവിൻ്റെ ദർശനങ്ങൾ ഇന്ന് അനേകരുടെ വഴിയിൽ വെളിച്ചമാകുന്നു. ആ ദർശനങ്ങളെ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ അനുദിന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, അങ്ങനെ സമൂഹത്തിന് കൂടുതൽ വെളിച്ചം പകരുന്ന നല്ല വ്യക്തിത്വങ്ങളായി മാറുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.